ഇന്ന് നമ്മൾ തേക്കടിയിൽ ഒരു ബോട്ട് യാത്രയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ കാണുന്ന സ്ഥലമാണ് നമ്മൾ നിന്നിട്ട് വ്യൂ പോയിൻ്റ്. ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ടാണ് ബോട്ടിലേക്ക് കയറുക. ഇവിടെ നിന്നുള്ള ആ മനോഹരമായ ആ ഒരു കാഴ്ചയിലേക്ക് ഉള്ളിലേക്കാണ് നമ്മൾ ബോട്ടിൽ കയറി പോകാൻ പോകുന്നത്. ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ 255 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബോട്ടിൽ കയറാൻ സാധിക്കും. എന്നിട്ട് നമ്മൾ ബോട്ടിൽ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു ജലസുന്ദരി എന്ന് പറഞ്ഞ ഒരു ചെറിയ ബോട്ടാണ്. അതിൽ 20 പേർക്കേ കൊള്ളുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി 300 പേരൊക്കെ കൊള്ളുന്ന ബോട്ടുകൾ വേറെ നിൽക്കുന്നുണ്ട്. 10-30 ബോട്ടുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ബോട്ട് നമ്മൾ കയറി ബോട്ട് അങ്ങനെ അവിടുന്ന് പുറപ്പെട്ടു. അപ്പോൾ ബോട്ട് പുറപ്പെടുമ്പോൾ നമ്മുടെ കൂടെ 1-2 ബോട്ടുകൾ ചിലപ്പോൾ വേറെയും വന്നിരിക്കാം. അങ്ങനെ ഒരുമിച്ചായിരിക്കും പോവുക. എപ്പോഴും കുറേ ബോട്ടുകളായിരിക്കും അതിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. കുറേ മലകളുടെ ഇടയിലാണ് ഈ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബോട്ടിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ മനോഹരമായ സീനുകളിലേക്ക് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയാവുന്ന പക്ഷികൾ, മൃഗങ്ങൾ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ കൂടെ പോരുന്ന ഒരു ബോട്ടാണ്. അത് നമ്മുടെ കൂടെ തുടക്കത്തിലുണ്ട്, പിന്നെ അവർ വേറൊരു വഴിക്ക് പോകും. അങ്ങനെയാണ് പോകുന്നത്. വളരെ ഫ്രണ്ട്ലിയാണ് ആൾക്കാർ. എല്ലാവരും ഒരു ത്രില്ലിങ് മൂഡിലാണല്ലോ. എല്ലാം കുറേ കാര്യങ്ങൾ കാണാനും മൃഗങ്ങളെ കാണാനും പ്രകൃതി കാണാനൊക്കെ വളരെ സന്തോഷത്തിലാണ് ആ തുടക്കവും പോക്കും അവിടെ ഉണ്ടാവുക. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ പുറപ്പെട്ടു. ഞങ്ങളുടെ ബോട്ട് ഒരു വഴിക്ക് പോയി. നല്ല രസമായി ഒഴുകുന്ന വെള്ളം, നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾക്ക് പോകുമ്പോൾ മൃഗങ്ങളെ ഇതുപോലെയുള്ള, ഇത് മ്ലാവ് എന്നാണ് അവർ പറഞ്ഞത്, അങ്ങനെയുള്ള മൃഗങ്ങളെ നമുക്കവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഇങ്ങനെ പ്രകൃതി സൗന്ദര്യം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. നല്ല രസമുള്ള പ്രകൃതി സൗന്ദര്യമാണ്. വെയിലില്ല, മഴയായിരുന്നു ഞങ്ങൾ പോയ സമയത്ത്. എന്നിട്ട് പോലും നമുക്കിതുപോലെയുള്ള വ്യൂസൊക്കെ നമുക്ക് കിട്ടാനായിട്ട് സാധിച്ചു. അപ്പോൾ നല്ല വെയിലത്തെ പോണച്ചാൽ കുറേ കൂടി വീഡിയോസൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. വ്യൂസ് നമുക്കിതുപോലെ തന്നെയുള്ള വ്യൂസ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെ നിറച്ച് മരങ്ങളും, ഇത് ഞങ്ങളുടെ ബോട്ടിൻ്റെ ഉൾഭാഗമാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ട് ഇരിക്കുമ്പോൾ ആ മലകളുടെ സൈഡിൽ മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്നിടത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടത് ഈ ഗുവാവ ട്രീസ്, നമ്മുടെ പേരക്കേര മരമാണ് ഇഷ്ടംമാതിരി കണ്ടത്. അത് എല്ലാവരുടെയും സൈഡിൽ നമ്മുടെ കിളികൾ കാഷ്ടിച്ചിട്ടിട്ട് അവിടെ വളരുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ നല്ല ഈ ചുവപ്പ് നിറമുള്ള പൂക്കൾ, ഇലകളൊക്കെയുള്ള നല്ല മരങ്ങൾ, എന്തൊരു ഭംഗിയാണ്. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഉണങ്ങിയ മരങ്ങൾ നടുക്കിൽ നിൽക്കുന്നത് കാണാം, തേക്കിൻ്റെ മരങ്ങളൊക്കെ. അതിൻ്റെ മേലെ കണ്ടു ഒരു നല്ലൊരു പക്ഷീനെ കണ്ടു. എന്താണെന്ന് പറയാൻ പറ്റുമോ അതിനെ? നീർക്കാക്ക എന്നാണ് അവർ പറഞ്ഞത്. നീർക്കാക്കയാണത്. കണ്ടിട്ടില്ലെങ്കിൽ പറഞ്ഞോളൂ. യാതൊരു വിഷമവും ഇല്ല. നമ്മളതിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ അവർക്ക് പേടിയോ, ഒരു 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 വളരെ കൂളായിട്ട് നമ്മളൊരു ടാറ്റ പറയണ പോലെ അവരവിടെ ഇരിക്കുന്നത്. അങ്ങനെ തെളിഞ്ഞ വെള്ളത്തിൽ അങ്ങനെ പോകുമ്പോൾ പല മൃഗങ്ങളെ ഞങ്ങൾക്ക് കാണാൻ പറ്റി അവിടെ. പന്നീനെ കാണാൻ പറ്റി, കാട്ടുപന്നീനെ കാണാൻ പറ്റി, മ്ലാവുകൾ, മാൻ, അതുപോലെ പക്ഷിവർഗ്ഗങ്ങൾ കുറേ എണ്ണത്തിൽ, കുറേ മൈന, അതുപോലെ കൊക്ക്, അങ്ങനെ പുറത്തുനിന്ന് വരുന്ന ഇഷ്ടംമാതിരി പക്ഷിവർഗ്ഗങ്ങൾ നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ എല്ലാം കൊണ്ടും 1.5 മണിക്കൂർ നേരമാണ് ഈ ട്രിപ്പുള്ളത്. ഒരു മടുപ്പും ഒരു വിഷമം തോന്നാത്ത നല്ല സുഖമായ ട്രിപ്പായിരുന്നു അത്. അപ്പോൾ തേക്കടിയിൽ നമ്മൾ പോകണ്ടെങ്കിൽ മിസ്സാവാണ്ട് കാണേണ്ട ഒരു സാധനമാണ് ഈ ഒരു ബോട്ടിങ്. So hope you all enjoyed the video. Okay, so keep smiling and stay positive.